കോഴിക്കോട് മാവൂർ ചാലിയാർപ്പുഴയിൽ ഊർക്കടവിലെ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ താഴ്ത്തിയതോടെ മാവൂർ പാടത്തെ നെൽകൃഷി പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. 20 ഏക്കറോളം സ്ഥലത്തെ കൊയ്തെടുക്കാനായ നെല്ലാണ് ഇങ്ങനെ വെള്ളം കയറി നശിച്ചുപോയത്. കോഴിക്കോട് മാവൂർ പ്രദേശത്തെ 20 ഏക്കറോളം വരുന്ന വയലിൽ കൃഷി ചെയ്ത നെൽകൃഷിയാണ് വെള്ളം കയറി നശിച്ചത്. ചാലിയാറിന് കുറുകെയുള്ള ഊർക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ താഴ്ത്തിയതാണ് വയലുകളിൽ വെള്ളം കയറാൻ കാരണം. 2 ആഴ്ച മുൻപാണ് മാവൂർ പാടത്ത് ചാലിയാറിൽ നിന്നും വെള്ളം ഇരച്ചെത്തിയത്. വയലിൽ വെള്ളം നിറഞ്ഞതോടെ കൊയ്തെടുക്കാനായ നെല്ലെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. മാവൂർ വയലിൽ 55ഓളം കർഷകരുണ്ട്. അതിപ്പോൾ നെല്ല് കൊയ്തെടുക്കാൻ സമയത്താണ് റെഗുലേറ്ററിന്റെ അവിടെ ഈത്തതായതുകൊണ്ട് വെള്ളം ഓവറായിട്ട് എല്ലാ വയലിലേക്കും കയറി കൊയ്തെടുക്കേണ്ട ശ്രമമായിരുന്നു. അതാ നെല്ല് ഫുള്ളായിട്ട് ചീഞ്ഞ് കിടക്കുകയാണ്. യാതൊരു രക്ഷയില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത് ആർക്കും അറിയില്ല. മിക്ക കർഷകരും മൂപ്പത്തിയെ നെല്ല് കൊയ്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കൃഷി വെള്ളത്തിലായതോടെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലാണ് കർഷകർ. വെള്ളത്തിൽ മുങ്ങിയ നെല്ല് മുഴുവനായും ഇപ്പോൾ മുളച്ച് പൊന്തിയിട്ടുമുണ്ട്. ഇതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. കൃഷി ചെയ്യാൻ പല പദ്ധതികളും കാർഷിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമയത്താണ് അധികൃതരുടെ അനാസ്ഥയിൽ മാവൂരിലെ കർഷകരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന വിധത്തിൽ കൃഷി പൂർണ്ണമായും നശിച്ചത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.